ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്കൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ഡിന്നർ നല്ലൊരു അടിപൊളിയായിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ രാവിലേക്കോ വൈകുന്നേരത്തിനോ എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല, നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. നമ്മൾ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാനിപ്പോൾ വെള്ളം ചൂടാവാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ വെള്ളം ചൂടായതിലേക്ക് നമ്മൾ പാലൊക്കെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എത്ര വേണ്ടത് അതിന് ആവശ്യാനുസരണം പോലെ എടുക്കാം. ഇപ്പം ഞാൻ ഒരു കൈപ്പിടി നിറച്ചും ചീരെടുത്ത് അതിൽ വെള്ളത്തിലേക്ക് ഇട്ടിട്ട് ഒന്ന് ചൂടാക്കി എടുക്കാൻ മാത്രം മതി. തിളപ്പിക്കണം എന്നൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ആ ചീര ഒന്ന് വെന്ത് വന്നാൽ മാത്രം മതി. അപ്പോൾ ഇത് കണ്ടില്ല. അപ്പോൾ ഇതുപോലെ നമുക്കൊന്ന് ഒന്ന് ചൂടായ വേവായെന്ന് നമുക്ക് മനസ്സിലാവില്ല. അപ്പോൾ ഈ ഒരു രീതിക്ക് ആയതിനു ശേഷം അത് മാറ്റി വെച്ചേക്കാം. എന്നിട്ട് ചൂടാറിയതിന് ശേഷം ഞാൻ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. ഇപ്പം ഞാനിപ്പോൾ 2 കപ്പ് ഗോതമ്പ് മാവ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനേക്കുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അരച്ച് വെച്ചിട്ട് നമ്മുടെ പേസ്റ്റ് ഉണ്ടല്ലോ, നമ്മൾ പാലക്കിൻ്റെ പേസ്റ്റ്, അപ്പോൾ അത് നമ്മൾ അതിൽ വേറെ ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഒന്നും ചേർക്കേണ്ട, ഉപ്പോ ഒന്നും ആവശ്യമില്ല. നമുക്ക് അതൊന്ന് അടിച്ച് അത് നമുക്കൊരു ഗ്രീനിൻ്റെ ആ കളറ് കിട്ടാനായിട്ടും ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമ്മൾ നന്നായിട്ടൊന്ന് ആ ഒരു മിക്സ് മാത്രം മതി. നിങ്ങൾക്ക് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് അപ്പോൾ ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് നമ്മൾ കുഴച്ചെടുക്കാം. അങ്ങനെ ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എണ്ണയും കൂടെ ഒഴിച്ചതിന് ശേഷം വീണ്ടും ഒന്നുകൂടി കുഴച്ചെടുത്താൽ നല്ല സോഫ്റ്റ് ആയിട്ട് ഉണ്ടാവും കേട്ടോ. നമ്മുടെ മാവ് നല്ല സ്മൂത്ത് ആയിട്ട് നമ്മൾ ചപ്പാത്തിയും നല്ലൊരു സോഫ്റ്റ് ആണ് കേട്ടോ. നമ്മൾ ഉള്ളിലേക്കൊരു ഫില്ലിങ്സ് വെച്ച് കൊടുക്കുന്നുണ്ട്. അത് ചെയ്തില്ലെങ്കിലും നല്ല സോഫ്റ്റ് ആണ്. ഇതിപ്പോൾ ഏകദേശം എല്ലാവർക്കും ഒരു അറിയുന്ന റെസിപ്പിയാണ് നമ്മൾ പാലക്കിൻ്റെ ഈ ഒരു ചപ്പാത്തി. അപ്പോൾ അതിനുള്ള ഫില്ലിങ്സ് നമുക്ക് എന്തായാലും നോക്കാം. അപ്പോൾ നമ്മൾ പനീർ കൊണ്ടുള്ള ഫില്ലിങ്സ് ആണ്. അപ്പോൾ അതിന് വേണ്ടി കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൂടെ വലിയുള്ളിയാണ് ചെറുതായിട്ട് അരിഞ്ഞത്, അതും കൂടി നമ്മുടെ ആവശ്യാനുസരണം പോലെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം ഞാൻ ഒരു പിടി അളവിലേക്കുള്ള പനീര് ഞാൻ എടുക്കുന്നുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതലായിട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഒരു 1/4 ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ്, ഞാൻ അത്രയും പനീർ എടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് മസാലകളും കുറവായിരിക്കുന്നത്. അപ്പം നിങ്ങളുടെ ആവശ്യാനുസരണം പോലെ നിങ്ങൾ മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ ഉള്ളിലൊരു സ്റ്റഫിങ്ങിന് അതൊരു ഹെൽത്തി ആയി, അതായത് ഒരു എന്താ പറയുക, പാലക്കിൻ്റെ മാത്രമായിട്ട് ഒരു ഗ്രീൻ റെസിപ്പി എന്ന് പറയുന്ന സമയത്ത് ഞങ്ങളുടെ വീട്ടിൽ ഭയങ്കര എതിർപ്പാണ് കേട്ടോ. അപ്പം നമ്മൾ ആ ഒരു ഇത് കാരണം അത് മാത്രം ആവണ്ടെന്ന് വിചാരിച്ചിട്ട് പനീർ കുറച്ച് പാല് ബാലൻസ് ഉണ്ടായിരുന്നു വീട്ടിൽ. അപ്പം അതുകൊണ്ട് ഞാൻ കുറച്ച് പനീർ വീട്ടിൽ ഞാൻ എന്നെ ഉണ്ടാക്കിയ ഒരു പനീർ, അപ്പോൾ അത് ഈ ഒരു കൈപ്പിടി അളവിലേക്ക് ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പം നമ്മൾ ഇതും കൂടി ഇട്ട് കൊടുക്കാം. ഇതും കൂടി ഇട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കാം. ഒന്ന് ചൂടായതിന് ശേഷം നമ്മുടെ ആ പനീർ ഒന്ന് സോഫ്റ്റ് ആവുമല്ലോ, ആ സോഫ്റ്റ് ആയാൽ മാത്രം മതി. കളറ് ചേഞ്ച് ആക്കാൻ വെക്കണ്ട. അപ്പോൾ നമുക്ക് ഒരുവിധം ഒന്ന് ഇതിപ്പോൾ കണ്ടല്ലോ, കളർ ചേഞ്ച് ചെയ്ത് നല്ല ഒരു സോഫ്റ്റ്നെസ് നിങ്ങൾക്ക് മനസ്സിലാവുന്ന വിചാരിക്കണം. അപ്പോൾ ഈ ഒരു രീതിക്ക് ആക്കിയതിന് ശേഷം അതിലേക്ക് 2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ആണ് കേട്ടോ. വേറെ കുരുമുളക് പൊടിയാണെങ്കിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ചില്ലി ഫ്ലേക്സ് ഇല്ലാത്തവർക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ആവശ്യത്തിലേക്കുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനെ അതും കൂടി ഇട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു 1/4 ടീസ്പൂൺ അതിലേക്ക് ഗരം മസാലയാണ്. അപ്പോൾ അതും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ മസാലകളൊക്കെ ഇത്ര മാത്രമാണ് കേട്ടോ. കാണാനൊരു ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. അതുപോലെ തന്നെ കാണാൻ നല്ല ചെയ്യാൻ നമ്മൾ കാണുന്ന സമയത്തുള്ള ഈസി പോലെ തന്നെയാണ്, ചെയ്യാനും ഈസിയാണ്. അതുപോലെ തന്നെ ഈസി ആണെങ്കിലും ടേസ്റ്റ് നല്ല ഒരു വെറൈറ്റി ടേസ്റ്റാണ്. ഒരു മൈൽഡ് ആയിട്ടുള്ള ടേസ്റ്റാണ് കേട്ടോ. നല്ല ഹൈ ലെവലിലേക്ക് ഒരു റിച്ച് ആയിട്ടുള്ള ടേസ്റ്റ് അങ്ങനെയല്ല, ഒരു മീഡിയം ലെവലിലേക്ക് നമുക്കൊരു ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ്, ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് എന്ന് നിങ്ങൾ ട്രൈ ചെയ്യണമെന്ന് തോന്നുന്നവരാണെങ്കിൽ ഈ ഒരു റെസിപ്പി എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഒരു മൈൽഡ് ആയിട്ടുള്ള ഒരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമുക്കൊരു വയറ്റിനൊരു നമുക്ക് കഴിച്ചാലും വയറ്റിനൊരു ഹെവി ലോഡ് തോന്നാത്ത രീതിക്ക്, നമ്മൾ സാധാരണ ചില ഭക്ഷണങ്ങൾ നമ്മൾ കഴിച്ചാൽ നമ്മുടെ വയറ്റിന് ഭയങ്കര ഒരു ലോഡ് പോലെ, നമ്മൾ അളവായിട്ട് 2 ആണെങ്കിലും ചില ഫുഡ് നമ്മുടെ വയറ്റിലേക്ക് ഭയങ്കര ഒരു ഓവർ ലോഡായ പോലെയൊക്കെ തോന്നും. പക്ഷെ നമുക്ക് ഈ ഒരു ഇങ്ങനെയുള്ള റെസിപ്പികൾ കഴിക്കുന്ന സമയത്ത് ഒരു മൈൽഡ് ആയിട്ടുള്ള ഒരു ടേസ്റ്റും, നമുക്ക് ഒരു 3 കഴിച്ചാലും വയറ്റിനൊരു ഫ്രീ ആയിട്ട് ഒരു ഓവർലോഡ് ആവാത്ത പോലെ ഒരു ഹെൽത്തി റെസിപ്പി എന്ന് പറയുന്ന സമയത്ത് അങ്ങനെയാണല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നമുക്ക് ആവശ്യാനുസരണം പോലെ ഇതുപോലെ ഫില്ലിങ്സ് വെച്ചിട്ട് നമ്മൾ സാധാരണ മടക്ക് ചപ്പാത്തി ഉണ്ടാക്കുന്ന രീതിക്ക് അത് മടക്കി കൊടുക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ ഫില്ലിങ്സ് വെച്ച് കൊടുക്കുന്നതിന് മുമ്പ് എണ്ണ തേച്ച് കൊടുക്കുകയാണെങ്കിൽ എണ്ണ തേച്ച് കൊടുക്കട്ടെ. അപ്പം നമ്മളിപ്പോൾ എന്ത് എണ്ണ തേച്ച് കൊടുത്താലും ലെയറൊന്നും അങ്ങനെ ഒരു ഇതൊന്നും കിട്ടില്ല. എന്തായാലും നമ്മൾ ഈ ഫില്ലിങ്സ് വെച്ചിട്ട് നമ്മൾ തേച്ച് കൊടുക്കുന്ന സമയത്ത് അത് അമർന്ന് പോകും. അതുതന്നെ നമുക്കത് എണ്ണ തേച്ച് കൊടുത്താലും വലിയൊരു ഒരു അടുക്കൊന്നും കിട്ടില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ എണ്ണ തേച്ച് കൊടുക്കുക, എണ്ണയോ നെയ്യോ, അത് നിങ്ങൾക്ക് വേണമെങ്കിൽ കുട്ടികൾക്ക് കൊടുക്കണമെങ്കിൽ നെയ്യ് വേണമെങ്കിൽ, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടാനുസരണം പോലെ എണ്ണ നെയ്യ് ഏത് വേണമെങ്കിലും അത് നിങ്ങൾ ചേർത്ത് കൊടുക്കാം.
അതിനെ നമ്മൾ ഇതുപോലെ നമ്മളെ ഫില്ലിങ്സ് ഞാൻ ഒരളവിനിക്ക് തന്നെ വെച്ചിട്ടുള്ളൂ കേട്ടോ. കൂടുതലൊന്നും വെച്ചാലൊന്നും കുട്ടികൾക്കൊന്നും അത് ഇഷ്ടാവില്ല. അപ്പോൾ പനീർ ഓക്കെയാണ്, പക്ഷേ ചീരയ്ക്ക് ഭയങ്കര എതിർപ്പാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അളവിന് വെച്ച് കൊടുത്തത്. അപ്പോൾ ഇതുപോലെ നമ്മൾ പരത്തിയെടുക്കുകയാണ്. അപ്പോൾ ഇതുപോലെ പരത്തിയെടുത്തതിന് ശേഷം ഇപ്പോൾ ഏകദേശം കല്ലും ചൂടായിട്ടുണ്ട്. പിന്നെ ഇതുപോലെ നമ്മൾ സാധാരണ ചപ്പാത്തിയൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അതുപോലെ തന്നെയാണ്. അപ്പോൾ ഒന്ന് വേവിച്ചെടുത്തതിന് ശേഷം അരികളെല്ലാം നന്നായിട്ടൊന്ന് വെന്ത് വന്നതിന് ശേഷം പിന്നെ കുറച്ച് നെയ്യോ ഓയിലോ നിങ്ങളുടെ അടുത്ത് ഏതാ ഉള്ളത് അപ്പോൾ അതുപോലെ നിങ്ങൾ ചെയ്ത് കൊടുക്കാം. ബട്ടർ വേണമെങ്കിൽ ബട്ടറും തിരിച്ചു കൊടുക്കാം. ബട്ടർ ചെയ്യുന്ന സമയത്ത് നല്ലൊരു മണം ഉണ്ടാവും. അതിനൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പി നമ്മൾ ട്രൈ ചെയ്തിരിക്കുകയാണ്. അപ്പം നല്ലൊരു അടിപൊളിയായിട്ടുള്ളൊരു റെസിപ്പിയാണ്. ഇപ്പം ഞാൻ സൈഡ് ഡിഷ് എന്ന് പറയുന്ന സമയത്ത് തേങ്ങ ചമ്മന്തിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് സൈഡ് ഡിഷൊന്നും ഇതിന് ആവശ്യമില്ല, പക്ഷേ കുട്ടികൾ എന്തായാലും സൈഡ് ഡിഷ് ഇല്ലാതെ കഴിക്കില്ല. അപ്പോൾ അത് കാരണം സൈഡ് ഡിഷ് ഇല്ലാതെ ഇരിക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് ചെറുതായിട്ട് കുറച്ച് തേങ്ങ ചമ്മന്തി അരച്ച് വെച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് സൈഡ് ഡിഷ് ഏതാ വേണ്ടത് അപ്പോൾ അത് ഇപ്പോൾ എല്ലാ സൈഡ് ഡിഷും ഇതിന് മാച്ചാവും കേട്ടോ. അപ്പോൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ്. ട്രൈ ചെയ്ത് നോക്കുക. നല്ല സോഫ്റ്റാണ്. നല്ല നമുക്ക് ബട്ടർ ഒഴിച്ച് കൊടുക്കുമ്പോഴാണ് നല്ലൊരു മണം ഉണ്ടാകുന്നത്. ട്രൈ ചെയ്ത് നോക്കുക. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ.